മുൻ ADGP MR അജിത് കുമാറിന്റെ കണ്ടകശനി തുടരുകയാണ്. ഓരോ ദിവസവും വലിയ വലിയ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇയാൾക്ക് എതിരെയുള്ള. കണ്ടകശനേക്കാൾ ഉപരി കർമ്മഫലം എന്ന് പറയേണ്ടി വരും. കാരണം നമുക്കൊരു പദവിയും സ്ഥാനമൊക്കെ കിട്ടുമ്പോഴേ നമ്മൾ അല്പം ദൈവത്തിനെ പോലും പറഞ്ഞ് പ്രവർത്തിക്കരുത്. മനുഷ്യൻ ഇത്രയും ഉപദ്രവിക്കാൻ ഒരാൾ ഇറങ്ങി പുറപ്പെടുക എന്ന് പറഞ്ഞാൽ അത് പല പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ചർച്ചകൾ പറഞ്ഞാൽ ഇത്തരത്തിലുള്ള സ്വഭാവം ഉണ്ട്. ഒരുപാട് പേരുണ്ടായിരുന്നു. അവരെ ഇന്ന് എവിടെയാണെന്ന് ഒരു ആർക്കും അറിഞ്ഞുകൂടാ. ഈ ഭരിക്കുന്നവനോട് അമിത വിധേയത്വം കാണിക്കാൻ പോയാൽ ഇതൊക്കെ സംഭവിക്കും. ഇപ്പോൾ ആലപ്പുഴ കേസിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന AD തോമസിനെയും മറ്റേ അജയ് കുര്യാക്കോസ് അല്ലെ, കുര്യാക്കോസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി, ഇവരെ രണ്ടുപേരെയും മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെ കരിങ്കൊടി കാണിച്ചതിന് ക്രൂരമായി മർദ്ദിച്ച കേസിന്റെ SITയുടെ അന്വേഷണം നടക്കുകയാണല്ലോ. SITയുടെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതായത് അന്ന് നടന്ന ഈ രക്ഷാപ്രവർത്തനം അത് തീർത്തും നിയമവിരുദ്ധമാണ് എന്നുള്ള റിപ്പോർട്ടാണ്. ഇവര് VIP ഒപ്പം തന്നെ ഉണ്ടായിരിക്കേണ്ടവരാണ്. VIP കൂടെ തന്നെ VIP വണ്ടി പോയി കഴിഞ്ഞ് വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി നല്ല ചെയ്യേണ്ടത്. അതിലൂടെ പോലീസുകാർ വേറെ നിൽപ്പുണ്ട്. ഇവരുടെ ജോലി VIP എവിടെയെങ്കിലും പെട്ടുപോയാൽ VIP ഒരു ഗുലുമാലിൽ ചെന്ന് ഒരു ആപത്തിൽ പോയി പെട്ട അദ്ദേഹത്തെ അവിടെ രക്ഷിച്ചെടുക്കുക എന്നുള്ള ഇവരുടെ ജോലി. വിദ്യാർത്ഥി ആരും ആക്രമിക്കാൻ മതി. രണ്ടൊരു കരിങ്കൊടി കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതെ പിണറായിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതിനകത്ത് പിന്നെ ഈ യെല്ലോ ബുക്ക് എന്ന് പറഞ്ഞ ഒരു പോലീസിന്റെ ഒരു മാനുവൽ പോലീസ് സംഭവമുണ്ട്. അപ്പൊ അതിനുള്ളില് ഇവർക്ക് ഈ ഗൺമാന് കൈത്തോക്ക് ഉപയോഗിക്കാം. സുരക്ഷാ ഉദ്യോഗസ്ഥനും അതേ പറ്റൂ. പേര് ഗൺമാൻ എന്നാണല്ലോ. അതെ, തോക്കുള്ള ആളാണ്. അപ്പോൾ ഇവർക്ക് അതേ പറ്റൂ. അതെന്താണ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെ ഒരു ആക്രമണം വന്നു. അപ്പൊ ഈ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഈ ആക്രമിക്കാൻ വന്നവനെ പോയി അടിക്കാനല്ല അവരോട്. വേറെ പോലീസ് പിടിച്ച് മാറ്റി കഴിഞ്ഞു, പിടിച്ചു നിർത്തി പോലീസ് കസ്റ്റഡിയിലായ ഒരു രണ്ട് പേരെയാണ് ഇവർ വലിയ വടിയും കൊണ്ട് നടിക്കുന്നത്. ഈ വടി ഏതാണ്? ഇത് പോലീസ് ഉപയോഗിക്കുന്ന വടിയല്ലാന്നും അന്വേഷണം കണ്ടെത്തിയിട്ടുണ്ട്. ഇത് വേറെ ഏതാ വടിയാണിത്? അല്ല, അവരുടെ ഈ പറഞ്ഞ രണ്ടുപേരുടെയും കയ്യിലുള്ള ഈ വടി അത് എങ്ങനെ വന്നു എന്നുള്ളതൊന്നും അവർക്ക് അങ്ങനെ ഒരു വടി ഉപയോഗിക്കാൻ അധികാരമില്ല. അതെല്ലാം അങ്ങ് പോട്ടെ, പോലീസ് സേനയിൽ ഇങ്ങനെ ഒരു വടി ഉണ്ടാവാൻ പാടില്ല. അതെ, ഈ വടി ഇവർ കാറിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ നേരത്തെ പ്രയോഗിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ എവിടെ നിന്ന് വന്നു? ഇത് എന്തിനു വേണ്ടി കൊണ്ടുവന്നു? അപ്പൊ കൃത്യമായ ഗൂഢാലോചന ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട്. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് P ശശി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയും ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിരുന്ന MR അജിത് കുമാറും ചേർന്ന് ഗൂഢാലോചന നടത്തിയതാണ്. ഇനി എവനെങ്കിലും വരുന്ന ഒരിടത്തിട്ട് നല്ല പോലെ അടിക്കുക. ഇനി മേലിൽ ഇവന്മാർ ഒരു പണിയുമായിട്ട് മുന്നോട്ട് പോകരുത്. ഇത്തവണ LDFന് വീണ്ടും അധികാരം കിട്ടിയിരുന്നെങ്കിൽ MR അജിത് കുമാർ റിട്ടയർ ചെയ്യുമ്പോൾ വലിയൊരു പദവി എന്തെങ്കിലും കൊടുക്കുമായിരുന്നു. ഇപ്പം മിക്കവാറും എന്ന് പെൻഷൻ വാങ്ങിക്കാൻ പറ്റുന്ന പറഞ്ഞോളൂ. ഈ സർക്കാർ കോംപ്രമൈസ് ചെയ്തില്ല. അവർ അവരെ ശക്തമായ നിലപാടുമായി പ്രത്യേകിച്ച് പറഞ്ഞോളാം മുന്നോട്ട് പോവുകയാണെങ്കിൽ അദ്ദേഹം വീട്ടിയിരിക്കേണ്ടി വരും. അല്ല, റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് പറയുന്നു. അതെ, ഇവര് ആ വണ്ടി പിന്നെ മുഖ്യമന്ത്രിയുടെ പിന്നാലെയുള്ള വാഹനത്തിലുണ്ടായിരുന്ന ഗൺമാനും സെക്യൂരിറ്റി ഓഫീസറും വേറെ 2 ഉദ്യോഗസ്ഥരും കൂടാണ് അടിക്കുന്നത്. ഈ അടിക്കുന്നതിന് വേണ്ടി ഇവർ ആ വണ്ടി, മുഖ്യമന്ത്രിയുടെ വാഹനം പോയി കഴിഞ്ഞതിന് പിന്നെ ഈ വണ്ടി റോഡിൽ നിർത്തിയതോടെ വലിയ സുരക്ഷാ വീഴ്ചയുണ്ടായി. VIP അങ്ങ് പോയി, പിന്നാലെ വലിയ ഗതാഗതക്കുരുക്കുണ്ടാകുന്നു. ഇവർ ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പർപ്പസ്ഫുള്ളി ഇവരെ അടിക്കുന്നു. അതും ലോക്കൽ പോലീസിന്റെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. ഒരു കാരണവശാലും ആ വാഹന വ്യൂഹം വിട്ട് പുറത്തു പോകാൻ അനുമതിയില്ലാത്തവരാണ് അത് അവിടെ നിർത്തിയിട്ടിട്ട് ഇവിടെ വന്ന് മനഃപൂർവ്വമായ നിയമലംഘനം നടത്തി എന്ന് മാത്രമല്ല, ഈ നടത്തിക്കഴിഞ്ഞ് ഇതിനെതിരെ ഈ യുവാക്കൾ കോടതിയെ സമീപിച്ചപ്പോൾ അന്വേഷണ റിപ്പോർട്ട് അന്നത്തെ ആലപ്പുഴ DYSP ആയിട്ടുള്ള സുനിൽ രാജ് എന്ന് പറയുന്ന DYSP കൊടുത്തതിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇവരുടെ ലോക്കൽ പോലീസിന്റെ ഇവിടെ കയറിയാണ് അടിച്ചത്, മറ്റവരുടെ ഭാഗത്ത് വീഴ്ചയുണ്ട്. ഉടനെ തന്നെ ഈ കേസ് ഡയറി ഇയാൾ അവിടെ വിളിച്ചു വരുത്തി പെൻഡ്രൈവിലാക്കി അവിടെ കൊണ്ടുവന്നു. അവിടുത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ പോലീസ് ആസ്ഥാനത്തെ ഓഫീസിലുള്ള 2 ഗ്രേഡ് SIമാർ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ അപഹസിച്ചു എന്നാണ് പറയുന്നത്. അത് ആലോചിക്കണേ. ഒരു DYSP എന്ന് പറഞ്ഞാൽ വലിയ പദവി ഇരിക്കുന്ന ഒരാളിന്, അത് പോലീസിലെ ഹയറാർക്കി മസ്റ്റായിട്ടുള്ള ഒരു സ്ഥലത്ത് അയാളെ കീഴിൽ 2 SIമാർ ഇയാളെ ചീത്ത വിളിക്കുക, ഇങ്ങനെയാണോ താൻ റിപ്പോർട്ട് എഴുതുന്നത് ചോദിച്ചു എന്നാണ്. ഇങ്ങനെയാണോ ഞങ്ങൾ പറഞ്ഞു തരണോ എങ്ങനെയാണ് റിപ്പോർട്ട് എഴുതേണ്ടത് എന്ന് ഞങ്ങൾ പറഞ്ഞു തരണം. അത് മാത്രമല്ല, 2 SIമാരെ ഈ DYSPയുടെ ഓഫീസിലെ 2 SIമാരെ സർവീസ് വെച്ചോണ്ടിരിക്കാൻ പാടില്ല. അതെ, ആ 2 SIമാരെ 2 ദിവസം ഇയാൾ അവിടെ നിർത്തി പീഡിപ്പിച്ചു, ഈ MR അജിത് കുമാർ. അതെ, എന്നിട്ട് അവരെ ഭയപ്പെടുത്തി ഈ റിപ്പോർട്ട് മറ്റേ റിപ്പോർട്ട് മുഴുവൻ അയാൾ മാറ്റിയിട്ട് ഇയാളുടെ ഓഫീസിൽ ഇയാൾ പറഞ്ഞത് പ്രകാരം റിപ്പോർട്ട് എഴുതി അതുകൊണ്ട് കോടതി മാനസിക സമ്മർദ്ദത്തിന് ഫലമായിട്ട് ഒരാൾക്ക് തലച്ചിട്ടോ എന്തോ പറയുന്നു. അപ്പൊ ഈ റിപ്പോർട്ട് കോടതിയെ കൊണ്ട് കൊടുത്തു. കോടതി ഇതെടുത്ത് ദൂരക്കളഞ്ഞു. കോടതി പറഞ്ഞു ഈ റിപ്പോർട്ട് ശരിയല്ല, ഈ കോടതി ഇത് അനുവദിക്കില്ല, ഇതിന്റെ പുനരന്വേഷിച്ച് വേറെ റിപ്പോർട്ട് കൊണ്ടുവരാൻ പറഞ്ഞു.
1.5 കൊല്ലമായി. ഈ 1.5 കൊല്ലമായിട്ട് ഈ കുറ്റവാളികളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഇത് എനിക്ക് തോന്നുന്നത് ഇത് പിണറായി ആയിരിക്കില്ല ഇടപെട്ടിട്ടുള്ളത്, അവിടെ വീട്ടിൽ അടുക്കളയിൽ നിന്നായിരിക്കും ഇടപെടൽ വന്നിട്ടുള്ളത്. അത് കുമാറിനെ നേരിട്ട് ഹോട്ട്ലൈൻ ബന്ധം അവിടെ അല്ല, അത് ശശിയാണ്. പി ശശി അവിടെ നിന്ന് കാട്ടിക്കൂട്ടാത്ത പരിപാടികളില്ല. പി ശശിയുടെ മുഴുവൻ ഇടപാടുകളും അന്വേഷിക്കണം. ഇന്നലെ പി വി അൻവർ രംഗത്ത് വന്നിട്ടുണ്ട്. മറുനാടന്റെ ഒഴിച്ച് ബാക്കി എല്ലാത്തിനകത്ത് എല്ലാ അയാളും പറഞ്ഞു. അത് എന്ത് പറ്റി മറുനാടനെ കുറിച്ച് പറയുന്നത്? ഇയാളും അജിത്തും ശശിയും കൂടെ ചേർന്നാണല്ലോ മറുനാടൻ വേട്ടയ്ക്ക് ഇറങ്ങിയത്. അതെ, അന്ന് കുറെ കേസുകൾ ഇയാൾ കൊണ്ടുവന്നല്ലോ. നമ്മള് പിന്നെ രാജ്യത്തിന്റെ രഹസ്യം ചോർത്തി. മാത്രമല്ല അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ സംഘത്തെയും കൂട്ടി ബോംബെയിലും മറ്റേ ഉഗാണ്ടയിലും ഒക്കെ പോയിരുന്നു പറഞ്ഞല്ലോ, പിടികൂടാൻ വേണ്ടി, അതെ, രഹസ്യം കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പൊ പോലീസ്, ഇയാളത് പോലീസായിരുന്നു, ഇയാൾ MLA ആയിരുന്നു. അതെ 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 അതെ. അപ്പൊ അയാൾ പറയുന്നത് അജിത്തിനെ കുറിച്ച് അന്വേഷിക്കണം, അജിത്തിന്റെ സ്വർണ്ണക്കടത്തിനെ കുറിച്ച് അന്വേഷിക്കണം. അത് അൻവർ പറയുന്നതിനകത്തൊന്നും യാതൊരു അർത്ഥവും ഇല്ലാത്തതാണ്. അൻവറിന്റെ കാര്യം നടക്കാത്തതിന് അജിത്തിനോടുള്ള കലിപ്പിനാണ് പറയുന്നത്. അതുപോലെ എന്താ വയനാട് ദുരന്തത്തിന്റെ സമയത്ത് പ്രധാനമന്ത്രി വന്നപ്പോൾ അയാളോട് പോയി. മാത്രമല്ല ഈ തക്കം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ചെയ്തതെന്നാണ്. എല്ലാവരും വയനാടിന്റെ പുറകെ ഓടുമ്പോൾ പതുക്കെ ഇതങ്ങ് മാറ്റി എഴുതിയെന്നാണ്. ഈ വയനാട് ദുരന്തത്തിന്റെ ഇത് നടക്കുന്ന സമയത്താണ് ഈ രക്ഷാപ്രവർത്തനം സംബന്ധിച്ച കേസ് ഇവർ അട്ടിമറിക്കുന്നത്. ഈ കേസ് അട്ടിമറിച്ചു. അത് കൂടാതെ വേറൊരു കേസ് കൂടി, വേറെ ഒരുപാട് കേസുകൾ ഈ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ അട്ടിമറിച്ചു. അജിത് കുമാർ സത്യത്തിൽ പോലീസിലെ ഒരു നമ്പർ 1 ക്രിമിനലാണ്. അയാൾ ഒരു ക്രിമിനൽ പോലീസ് ഉദ്യോഗസ്ഥൻ. അല്ല, ഇങ്ങനെയുള്ളവരെ സർവീസ് വെച്ചേക്കാൻ പാടില്ലാത്തതാണ്. എന്തിനാ സർവീസ് വെച്ചേക്കുന്നത്? അവരെ ടെർമിനേറ്റ് ചെയ്ത് പറഞ്ഞത് കേന്ദ്രത്തിന്റെ അനുമതി വാങ്ങിച്ചാൽ മതിയല്ലോ. അവിടെ ഇവർക്ക് എന്തോ ഒരു CPM ആയിട്ടുള്ള CPM എന്നാൽ പോലും സംസ്ഥാന സർക്കാർ അധികാരമൊക്കെ ഉണ്ട്. കേന്ദ്രത്തിന്റെ അനുമതി അവരെ അറിയിക്കണമെന്ന് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. അനുമതി എന്നൊരു ആവശ്യമൊന്നുമില്ലെന്നു. അത്രേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ നിലവിൽ 2 വിഷയങ്ങളിലാണ് ഇയാൾക്കെതിരെ ഇത് വന്നിരിക്കുന്നത്. ഒന്ന് രേഖകൾ നശിപ്പിച്ചു പി വിജയനെതിരെ, ADGP ആയിരുന്ന പി വിജയനോട് ഇയാൾക്ക് ഭയങ്കര കലിപ്പോ അസൂയ ഉണ്ടായിരുന്നു. പി വിജയന്റെ ഭാവി ഇല്ലാതാക്കുക എന്നുള്ളത് ആണ് പുള്ളിയുടെ. ജനകീയനായിരുന്നല്ലോ. ജനകീയന്മാരെ ഒരിക്കലും ഇഷ്ടപ്പെടില്ല. ജനങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ ഇത്തരം കക്ഷികൾ ഇഷ്ടപ്പെടില്ല. ഇവർ ഈ വിടുപണിയാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ആളാണല്ലോ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നും. എന്തായാലും കേരളത്തില് 2ാം പിണറായി സർക്കാർ എന്ന് പറയുന്നത് പി ശശി, MR അജിത്കുമാറുമായിരുന്നു. പിണറായി വിജയനൊക്കെ അവിടുത്തെ വെറും ബാല്യക്കാരൻ മാത്രം. അയാൾ വീട്ടുകാർ തീരുമാനിക്കുമായിരുന്നു. പിണറായി വിജയൻ അവിടെ നടക്കുന്ന ഒരു കാര്യം അറിയുന്നില്ല. കാരണം അയാൾക്ക് ഒന്നും അറിയില്ല. എന്താണ് ഇവിടെ നടക്കുന്നത്? എൻ്റെ ഓഫീസ് ആഭ്യന്തരം എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട് എന്ന് പോലും ഇവിടെ തോന്നിയിട്ടില്ല. അയാളെ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരൻ പറഞ്ഞല്ലോ, ഇയാൾക്ക് ഒരു മണ്ണാങ്കട്ട അറിഞ്ഞുകൊണ്ടായിരുന്നു. അല്ല, മരപ്പൊട്ടൻ എന്നാണല്ലോ അയാൾ പറഞ്ഞു. അപ്പൊ അതുപോലെ ഈ രവീന്ദ്രൻ. അപ്പം ഈ CN രവീന്ദ്രനും ഇവരും ഈ ശശിയും ശിവശങ്കറും അജിത് കുമാറും ഒക്കെയാണ് കേരളം ഭരിച്ചുകൊണ്ടിരുന്നത്. അവരെന്താ ചെയ്തേ? അവരവരുടെ അജണ്ടകൾ നടപ്പാക്കി പൊതുജനത്തെ ദ്രോഹിച്ചു, ഉദ്യോഗസ്ഥരെ ദ്രോഹിച്ചു. ഈ അജിത് കുമാർ ഇരിക്കുന്ന സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥര് ഒരുപാട് പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് ഇടപെട്ടു. അത് അന്വേഷിക്കേണ്ടതാണ്. ഈ നിരന്തരമായി പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആത്മഹത്യ ചെയ്ത സംഭവങ്ങളുണ്ടല്ലോ, അത് അടിയന്തരം അന്വേഷിക്കണം. അതേസമയം ക്രിമിനൽ പോലീസുകാരെ മുഴുവൻ ഇയാൾ സംരക്ഷിക്കുകയും ഉന്നത പദവികളിൽ കൊണ്ടുവരികയും SHOമാരാക്കുകയും DYSPമാരാക്കി ലോക്കൽ സ്റ്റേഷനിൽ വെക്കുകയും ചെയ്തു. അല്ല, ഈ DYSP SA വെറൈറ്റി സംഭവം നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ട്? കേരളത്തിലൂടെ, അതെ, ഇന്ത്യയിൽ എവിടെയെങ്കിലും നടക്കുമോ? DYSP എത്ര മുകളിൽ റാങ്കുള്ള ആളാണ്. അങ്ങനത്തെ ഒരാളുടെ SA പിടിച്ച് വിരട്ടി എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തെന്ന് ചോദിക്കാന്ന് പറഞ്ഞാൽ, അല്ല, അത് ഈ ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ഓഫീസാണ്. ആ ADGP തൻ്റെ താഴെയുള്ള ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ഒരു ഗ്രേഡ് SIമാരെ കൊണ്ടാണ് ഒരു DYSPയെ ചാടിക്കുന്നത്. അവ DYSP ഇയാളെ സല്യൂട്ട് അടിച്ചില്ലെന്നേ ഉള്ളൂ, സാറേന്നും വിളിച്ചില്ലെന്നേ ഉള്ളൂ. മറ്റവൻ വിളിക്കുന്നത് ആദ്യം സാറേന്ന്. അവസാനം സംഭവിക്കാൻ പോകുന്നത് ശശി രക്ഷപ്പെടും, പിണറായി രക്ഷപ്പെടും, ഇവരെല്ലാം രക്ഷപ്പെടും. ഇതിനെല്ലാം ഇറങ്ങിയ ഉദ്യോഗസ്ഥനായ MR അജിത്കുമാർ അവസാനം കൂടുന്നു. അല്ല, MRൻ രക്ഷപ്പെടും, ഇതിനടിയിൽ കീഴുദ്യോഗസ്ഥർ പെടും. കാരണം ഈ കേസ് ഡയറി തിരുത്താൻ കൊണ്ട് കൊടുത്ത എന്തിനാ ഉദ്യോഗസ്ഥർ ഇതിനെ അനുവദിച്ചേ? ഈ ഉദ്യോഗസ്ഥർ പറയില്ല എനിക്കിത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ തീർന്ന കാര്യം. പക്ഷെ അപ്പൊ എന്ത് പറ്റും? അയാളെ ദ്രോഹിക്കും. ഇപ്പം ഇവർ തിരുത്തിയ കേസ് ഡയറി വെച്ചുള്ള റിപ്പോർട്ട് കോടതിയിലോട്ട് കൊടുക്കുകയാണ്. കോടതിയിലോട്ട് കൊടുത്തു കഴിയുമ്പം ഞങ്ങൾക്കിത് എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ, അതായത് ആ കേസ് റെഫർ ചെയ്ത് കളയാൻ വേണ്ടിയുള്ള റെഫറൽ റിപ്പോർട്ടാണ് കൊടുത്തത്. ആ റെഫറൽ റിപ്പോർട്ടിനകത്താണ് ഇവർ പഴയ കേസ് ഡയറി തിരുത്തിയത്. ഇത് ഇവിടെ ഭരിക്കാൻ ഇവിടെ നമ്മുടെ ഭരണകൂടത്തിലുള്ള എല്ലാ IAS IPS ഉദ്യോഗസ്ഥന്മാരും മനസ്സിലാക്കിയിരിക്കണം. ഇമ്മാതിരി അടിമപ്പണിക്ക് രാഷ്ട്രീയക്കാരൻ്റെ കൂടെ ദാസ്യപ്പണിക്ക് ഇറങ്ങിയാലുണ്ടല്ലോ അവസാനം അവന്മാർ കൂടുന്നു. ഒരുപാട് അവസ്ഥ നേരത്തെ പറ്റിയിട്ടുള്ളതാണ് ഇതുപോലെ. അതിൻ്റെ ഒരു തുടർച്ചയായി വേണം ഇത് കണക്കാക്കാൻ. ഈ ഭരിക്കുന്നവൻ്റെ വീട്ടിൽ ദാസ്യപ്പണി ചെയ്യാൻ പോകുമ്പോൾ എന്തെങ്കിലും നല്ല സാധനങ്ങൾ കിട്ടുമായിരിക്കും. പക്ഷെ അതും കൊണ്ട് നടന്നിട്ട് ഭരണം പോയി കഴിയുമ്പോൾ കൂടുന്നു വരും. ശരിക്കും അടിയന്തരാവസ്ഥ കാലത്ത് ഇതുപോലെ വൃത്തികൾ കാണിച്ച ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ ഇന്ത്യയിൽ പലയിടത്തും കേരളത്തിലുണ്ടായിരുന്നു.
അവരെല്ലാം പിന്നീട് കുടുങ്ങിയെന്ന് മാത്രമല്ല അവർ പെട്ടുപോയി. ഈ അന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സഞ്ജയ് ഗാന്ധിയുടെ ഹോർഡിങ് ഇന്ത്യ മുഴുവൻ വയ്ക്കണമെന്ന് പറഞ്ഞു കേന്ദ്ര സർക്കാർ. അയാൾ പഞ്ചായത്ത് മെമ്പർ പോലും അല്ല. എല്ലാ സംസ്ഥാനങ്ങളിലും വെച്ച്, തമിഴ്നാട്ടിൽ വെച്ചില്ല, കേരളത്തിലും വെച്ചില്ല. അച്യുതമേനോനായിരുന്നു മുഖ്യമന്ത്രി. കരുണാകരന് വലിയ താല്പര്യമുള്ള ആളായിരുന്നില്ല സഞ്ജയ് ഗാന്ധി, അതുകൊണ്ട് വെച്ചില്ല. ഇയാൾ എല്ലാ സ്റ്റേറ്റിലും കൊണ്ടുപോയി സ്റ്റേറ്റ് ഗസ്റ്റാക്കി സ്വീകരണം കൊടുക്കണമെന്ന് പറഞ്ഞു. എല്ലാ സ്റ്റേറ്റിലും കൊണ്ടുപോയി. കേരളത്തിൽ അച്യുതനെ സമ്മതിച്ചില്ല. കരുണാകരനും അക്കാര്യം താല്പര്യമില്ലായിരുന്നു, അവർ വേണ്ടെന്ന് വെച്ചു. പക്ഷേ ഇതെല്ലാം ഭരണം മാറി ജനതാ പാർട്ടി ഭരിക്കാൻ വന്നപ്പോണ്ടല്ലോ എല്ലാവരും പേരിൽ അന്വേഷണം വന്ന് ഉദ്യോഗസ്ഥന്മാരെ പലരും പണി പോയി. ഇപ്പൊ ഈ സർക്കാർ അധികാരത്തിനു ശേഷം ഇതുവരെ ചെയ്തതൊക്കെ കൃത്യമാണ്. ഈ ADGPക്കെതിരെ അന്വേഷണം വരണം, ഇയാൾ സസ്പെൻഷനിൽ പോകണം. കഴിഞ്ഞ തവണ നിസാര കാര്യത്തിന്റെ പേരിലാണ് പ്രശാന്തിനെയും അശോകിനെയും പോലുള്ള സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് എ ഡി തോമസ് ഇയാളുടെ പേരിൽ കേസ് പ്രൈവറ്റ് കംപ്ലൈന്റ് ആയിട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു ആണല്ലേ ഈ അജിത് കുമാറിന്റെ പേരിൽ. അപ്പൊ എന്താണെങ്കിലും ഈ അശോകിനും പ്രശാന്തിനും സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അവരെ പുറത്തു നിർത്തി ഇവർ. അതെ, ഒരു കാരണമില്ല സസ്പെൻഡ് ചെയ്തു. ഇപ്പൊ കാരണമുണ്ട് ഈ ADGPക്കെതിരെ. ഈസി ആയിട്ട് സസ്പെൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് എന്തുകൊണ്ട് സസ്പെൻഡ് ചെയ്യാൻ ഇവർ മടിക്കുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് വൈകുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഈ 6 ഉദ്യോഗസ്ഥർക്കെതിരെ ഈ ശശിയെയും ഈ പറയുന്ന ADGP അജിത് കുമാറിനെയും വ്യാജരേഖ നിർമ്മിച്ചതിന് പ്രതികളാക്കി ഇവർക്കെതിരെ സെപ്പറേറ്റ് കേസെടുത്ത് ഇവർക്കെതിരെ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ച് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. അതിനുകൂടി അത് ഇനി തിരുവഞ്ചൂരിന്റെ കടമയാണ്. കാരണം അദ്ദേഹം നിയമസഭാ സ്പീക്കറാണ്. നിയമസഭയിലെ ഒരു അംഗത്തിന്റെ നേർക്കാണ് ഇത്തരം ക്രൂരമായ ഒരു പരിപാടി ഉണ്ടായിരിക്കുന്നത്. സ്പീക്കർ അക്കാര്യത്തിൽ ഇടപെടണം. നിയമസഭ ഒന്നടങ്കം ഇടപെട്ട് ഇക്കാര്യത്തിൽ അടിയന്തര തീരുമാനം ഉണ്ടാക്കണം.